എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഈ എരിവുള്ള പൊളിറ്റിക്കൽ കാർട്ടൂൺ വരയ്ക്കാൻ മാത്രമല്ല, നമുക്ക് എരിവുള്ള മീൻ കറിയും കൂടെ വെച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മീൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാർട്ടൂണും കൂടെ വരയ്ക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനൊന്ന് പരിചയപ്പെടാം. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഉള്ള മീനെന്ന് പറഞ്ഞാൽ നത്തോൽ, ഈ കൊഴിയാളയാണ്. അത് അയില മീനോ അല്ലെങ്കിൽ മത്തിയോ ഏത് വേണമെങ്കിലും ഈ ഒരു റെസിപ്പി വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഇതാണ്: കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, പിന്നെ ഇത് കടുക്, കുറച്ച് ഉലുവ നമുക്ക് വേണം, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഇച്ചിരി കടുകിട്ട് പൊട്ടിക്കാം. കടുകും കരിവേപ്പില കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ടിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ മുളകിൻ്റെ കൂട്ടണാകുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണ കൂടുതൽ വേണം. അപ്പോൾ അതാണ് ഒരു ടേസ്റ്റ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് മീൻകറിയിൽ നിന്ന് റെസ്റ്റ് എടുത്ത് കാർട്ടൂണിലേക്ക് വരാം. ഇന്നത്തെ കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നമ്മുടെ പിണറായിയെ പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണിത്. അതിൻ്റെ പിന്നാലെ ഞാൻ കുറച്ച് ചുമന്നുള്ളിയും കൂടെ ഇടുകയാണ്. ചുമന്നുള്ളി ഈ ഇഞ്ചി എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ടാലും മതി, ഇടുന്നതായാലും നല്ലത്. ഞാനതിപ്പോൾ ഈ ചെറുതായിട്ട് അരിയാനായിട്ട് വിട്ടുപോയി. ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാലതാമസം വന്നതാണ്. അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നമുക്ക് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനൊപ്പം കുരുമുളകും കൂടി ഇടുന്നുണ്ട്. ഇത് നമുക്ക് നല്ല ഒരു ചുവപ്പ് നിറം, ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് വറക്കണം. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉലുവയും കൂടി ഇടുന്നുണ്ട്. കുറച്ച് മതി, വളരെ കുറച്ച് മതി. അതിനൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ തീ നിർത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു എനിക്ക് കൂടുതൽ മീനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത്. ഒരു ചാറിനൊരു കൊഴുപ്പ് വേണമെങ്കിൽ ഇത്രയും കൂടുതൽ എടുക്കണം. മീൻ കുറവുള്ളെങ്കിൽ അതിനനുസരിച്ച് ചേരുവകൾ കുറച്ചെടുത്താൽ മതി. അപ്പം നമ്മളിതിനകത്തേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും 1 2 3 തീ വേണ്ട, ഇത് കൂടുതൽ മൂക്കണ്ട. നമുക്കിത് ഒന്ന് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ചുവ മാറി കിട്ടിയാൽ മതി. 1 2 3 കുറച്ച് ഒരു 2 കരിവേപ്പിലയും കൂടി ഇതിൻ്റെ പുറത്തിടുന്നുണ്ട്. ഒരു 2 കരിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഈ ചൂടുള്ള പാത്രത്തിൽ കിടന്നൊന്ന് ചൂടാക്കട്ടെ. ഈ വെളിച്ചെണ്ണയാണ് ഈ കാണുന്നത്, ഈ അരപ്പോലെ കാണുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത് ഈ ചൂട് വെളിച്ചെണ്ണ കിടന്നൊന്ന് ആവി പിടിച്ച് വരട്ടെ. ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. അതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. അതായത് പിണറായിയുടെ RSS ബന്ധത്തിൻ്റെ അധികരിച്ചിട്ടാണ് നമ്മൾ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. പിണറായിക്ക് വേണ്ടിയിട്ട് RSS നേതാവിനെ കാണാനായിട്ട് നമ്മുടെ
ADGP അജിത് കുമാറിനെ പറഞ്ഞയച്ച ഒരു സംഭവം രാഷ്ട്രീയത്തിൽ വലിയ ഒച്ചപ്പാടാണല്ലോ ഇപ്പോൾ. നമ്മൾ അതെടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിക്കാൻ പോവാണ്. അധികം വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർത്താൽ ശരിക്കും അരഞ്ഞ് കിട്ടത്തില്ല, നല്ല പട്ട് പോലെ അരയണം. അതുകൊണ്ട് അധികം വെള്ളം ഒരു നുള്ളു തഴി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് അരഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചരച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ശകലം കൂടെ വെള്ളം തിരച്ച് ഒന്നുകൂടെ അരയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല അരപ്പ. നമുക്കിതാണ് ഇനി മീനിൻ്റെ കൂടെ ഒഴിക്കേണ്ടത്. അത് ചട്ടിയിലൊഴിച്ച് അരപ്പൊഴിച്ച് കലക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2-3 കുടംപുളിയുടെ കഷ്ണം ഇട്ടിരിക്കുകയാണ്. ഇത് ഒരുമാതിരി നല്ല കുഴപ്പമുണ്ട് ഈ അരപ്പിന്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് കരിവേപ്പില ഇടാം. പച്ചമുളകും കരിവേപ്പിലയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമ്മൾ RSSനെ കണ്ടിട്ട് ഞങ്ങൾക്ക് കാര്യമൊന്നും ഇല്ലയെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും RSS പ്രീണനമാണ് ഇവർ നിത്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ കാർട്ടൂൺ. ഉപ്പ് ഇങ്ങനെ ഇളക്കി നോക്കിക്കഴിഞ്ഞ് പാകമാകുന്ന ഇതാകുമ്പോൾ ചിലർക്ക് ഉപ്പ് കുറച്ച് മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പാകത്തിന് മാത്രം ഉപ്പിടുക. ഇത് നല്ല എരിവുണ്ട്. കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും മറ്റേ പച്ചമുളകിൻ്റെയും ചുവന്ന മുളകിൻ്റെ ഒക്കെ എരിവുണ്ട്. അതുകൊണ്ട് എരിവ് വേണ്ടാത്തവർ അത് കണക്കാക്കി വേണം ചേർക്കാൻ. ഇതൊന്ന് തിള വന്നിട്ട് വേണം നമുക്ക് മീനെടുത്ത് ഇതിനകത്തേക്ക് ഇടാൻ. ഇതാണ് മീൻ. ഇതാണ് ഇത് നേരത്തെ മേടിച്ച് വെട്ടി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്. ഇനി അത് നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് ഇട്ടാൽ മാത്രം മതി. ഇതിന് തിള വരണം. അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ ഒരുമാതിരി കൊഴുപ്പുള്ള അരപ്പാണ് കണ്ടത്. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ശരിക്കും ഈ വെള്ളത്തിൽ കിടന്ന് വെന്താലേ ആ മീനിൻ്റെ രുചി ഇറങ്ങത്തുള്ളൂ. അപ്പം ഞാൻ ഈ മീനകത്തേക്ക് എടുത്തിടുകയാണ്. അല്ലാതെ തവി വെച്ച് ഇളക്കരുത്. അതായത് ഈ മീനിൻ്റെ മുള്ളെല്ലാം ഇളകി വശകടായി പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അത് മുങ്ങിക്കിടന്നാൽ ഇനി അവിടെ കിടന്നൊന്ന് ശരിക്ക് വേകണം, തിളയ്ക്കണം. നമുക്ക് ലാസ്റ്റ് കറി ആയി കഴിഞ്ഞൊന്നുകൂടെ കാണാം. ഏത് RSS എന്ത് RSS എന്നാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ പിണറായി ഒളിഞ്ഞും തെളിഞ്ഞും RSS ബാന്ധവം നിർവിഘ്നം തുടരുന്നുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള ഈ കാര്യം നമ്മൾ RSSനെതിരെ പോരാടാനായിട്ട് RSS ആകുന്ന ഒരു പുലിപ്പുറത്താണ് ഇദ്ദേഹം മറ്റേ അമ്പും ശരങ്ങളുമായിട്ട് പോകുന്നത്. നമ്മൾ ഈ റഫിനകത്ത് ഈ ഗോവിന്ദനെ മുൻപേ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റുന്നുണ്ട്. അതിനകത്ത് കാർട്ടൂണിനകത്തില്ല. അതായത് അല്ലെങ്കിൽ നമ്മളിത് വരച്ച് കഴിയുമ്പോൾ ഈ അമ്പയിൽ നിന്ന് നേരെ ഈ ഗോവിന്ദൻ്റെ പുറത്ത് മുഖത്ത് കൊള്ളുമെന്നൊരു ധാരണ, ഒരു ധ്വനി വരും. അത് നമുക്ക് വേണ്ട. ഗോവിന്ദനകത്ത് മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് എടുത്തിട്ടുണ്ടെങ്കിലും ഗോവിന്ദനെതിരായിട്ടൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ അവിടെ വേണ്ട. നമ്മൾ ഗോവിന്ദനെ വരയ്ക്കുന്നില്ല. അല്ലാതെ RSSനെ നേരിടാനായിട്ട് RSSൻ്റെ പുറത്ത് മറ്റേ വേട്ടയാടാനായിട്ട് മുഖ്യമന്ത്രി പുറപ്പെടുകയാണ്. വേട്ടയാടൽ ഈ പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. മറ്റേ പ്രവൃത്തിയിൽ പുള്ളി ശരിക്കും RSS ബാന്ധവം തന്നെയാണ് പുലർത്തുന്നത്. അങ്ങ് അപ്പുറത്തെ റൂമിൽ ഇരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ മണം അടിക്കാൻ തുടങ്ങി കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റായിട്ടുള്ളൊരു ചേരുവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെച്ചിരുന്ന് അത് അതിനകത്ത് ഇരുന്ന് തന്നെ ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല കൊഴുപ്പുള്ള ചാറൊക്കെയാണ് ഇത് കണ്ടത്. ഇനി ഇത് കയ്യിലൊഴിച്ച് നക്കിയൊന്നും കാണിക്കുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ കാർട്ടൂൺ. RSSനോട് എതിരിടാനായിട്ട് RSSൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്ന നമ്മുടെ ഇരട്ടച്ചങ്കനെയാണ് നമ്മളിതിനകത്ത് ചിത്രീകരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ആഴ്ചത്തെ ക്ലാസ്സിൽ നിന്ന് വിടാം.